സാന്നിധ്യമസ്മാത് ധിഷണേനുകൂലേ പ്രായോനുകൂലാഹ സകലാഷ്ടദേവാഹ തത്പ്രാതികൂല്യേ സതി നാനുകൂലഃ. ഈ ഗൃഹസ്ഥിതി ഭാവം പരിശോധിക്കുമ്പോൾ അതിൽ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിലാണ് സർവ്വ ഈശ്വരന്മാരുടെയും സർവ്വ ഈശ്വരിമാരുടെയും കാരകത്വം നിലനിൽക്കുന്നത് എന്ന കാരണത്താൽ ആ വ്യാഴം ഈ 6 ലഗ്നരാശികൾക്ക് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്പൂർണ്ണ ദൈവാധീനമായി. ഏതെങ്കിലും രാശിലഗ്നങ്ങൾക്ക് വ്യാഴം മറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച കുറവ്, ദൈവാധീന കുറവ് അതുകൊണ്ട് ആദേശിച്ചു കൊള്ളണം. അങ്ങനെ ഏതെങ്കിലും ലഗ്നങ്ങൾക്ക് ദൈവാധീനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് കാലത്തിൻ്റെ ലഗ്നങ്ങളാണ് എന്ന് മനസ്സിലാക്കി ആ ദൈവാധീന കുറവിൻ്റെ കാരണങ്ങളെ അന്വേഷിച്ച് വരുമ്പോഴാണ് ഇവിടുത്തെ എല്ലാവിധത്തിലുള്ള അശുദ്ധത്വവും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. അതുകൊണ്ട് ആദ്യം ഞങ്ങൾ പരിശോധിക്കുന്നത് ദൈവാധീനം തെളിഞ്ഞിട്ടുണ്ടോ. അപ്പോൾ ഗ്രഹനില നിയമത്തിൽ വ്യാഴം എന്ന ഗ്രഹത്തിൻ്റെ അനുകൂല സ്ഥിതി നമുക്ക് കിട്ടണമെങ്കിൽ ഈ രാശിലഗ്നങ്ങൾ ഭാവസ്ഥിതി പരിശോധിക്കുന്ന സമയത്ത്, ഗ്രഹനില ഭാവം കൊണ്ട് ചിന്തിക്കുന്ന സമയത്ത് വ്യയ ഷഷ്ട തൃതീയാ ച ഭാവാനിഷ്ട യഥാഷ്ടമ. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം വ്യയസ്ഥാനം എന്ന് കൽപ്പിക്കുന്ന 12ാമത്തെ ഭാവരാശിയിലോ ഷഷ്ടസ്ഥാനം എന്ന് കൽപ്പിക്കുന്ന 6ാമത്തെ ഭാവരാശിയിലോ തൃതീയസ്ഥാനം എന്ന് കൽപ്പിക്കുന്ന 3ാമത്തെ ഭാവരാശിയിലോ അതേപോലെ അഷ്ടമസ്ഥാനം എന്ന് കൽപ്പിക്കുന്ന 8ാമത്തെ ഭാവരാശിയിലോ നിൽക്കാൻ വേണ്ടി പാടില്ല. ഈ ഭാവങ്ങൾ ഒഴിഞ്ഞിട്ട് ശേഷമുള്ള ഭാവങ്ങളിലാണ് വ്യാഴം നിൽക്കുന്നത് എങ്കിൽ നമുക്ക് ദൈവാധീനം അത്യധികം തെളിയും. ഈ പറയപ്പെട്ട ഭാവത്തിലാണ് വ്യാഴം ഏതെങ്കിലും ലഗ്നം പ്രതി ഉള്ളതെങ്കിൽ ദൈവാധീനം നഷ്ടപ്പെട്ട കാലവുമായി. എന്താണ് പ്രധാന ആരൂഢ ലഗ്നത്തിൻ്റെ അഥവാ നിരന്തരമായ പ്രാർത്ഥനയിൽ കൂടി ദേവപ്രേരിതമായി ഈ കവടിയിൽ ഉദിപ്പിച്ച രാശിലഗ്നത്തിൻ്റെ ഗ്രഹസ്ഥിതി നവാംശക ഭാവം എങ്ങനെയാണുള്ളത് നോക്കുമ്പോൾ മകരം രാശി എന്ന പ്രശ്നാരൂഢ ലഗ്നത്തിന് പ്രത്യക്ഷം ആ രാശിലഗ്നത്തിൽ ഗ്രഹയോഗം ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. നവാംശക ചക്രവിധിയിൽ എവിടെ ശുക്രൻ്റെ നവാംശകമുണ്ട്. ലഗ്നാൽ 2ാം ഭാവമായ കുംഭം രാശി എന്ന രാശിക്ക് ശനിയുടെ യോഗം കിട്ടിയ രാശിയാണ്. അവിടെ ഗ്രഹനവാംശങ്ങളൊന്നുമില്ല. 3ാം ഭാവമായ മീനരാശിയിൽ രാഹുവിൻ്റെ ഉദയം, അവിടെ ചന്ദ്രൻ്റെയും ബുധൻ്റെയും നവാംശക സ്ഥിതിയുണ്ട്. 4ാം ഭാവമായ മേടരാശിയിൽ ഗ്രഹയോഗമില്ല, അവിടെ ശനിയുടെ അംശക സ്ഥാനമാണ്. 5ാം ഭാവമായ ഇടവം രാശിയിൽ ചന്ദ്രൻ്റെയും ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും യോഗം, ആ രാശിയിൽ കേതുവിൻ്റെ നവാംശക സ്ഥിതി. 6ാം ഭാവമായ മിഥുനം രാശിക്ക് ഗ്രഹയോഗമില്ല, അവിടെ ആദിത്യ നവാംശകം. 7ാം ഭാവമായ കർക്കിടകത്തിൽ ബുധസ്ഥിതി, അവിടെ ഗ്രഹനവാംശകമില്ല. അഷ്ടമസ്ഥാനമായ ചിങ്ങം രാശിയിൽ ആദിത്യൻ്റെ യോഗം, അവിടെ വ്യാഴ നവാംശകം. 9ാം ഭാവമായി നിൽക്കുന്ന കന്നിരാശിയിൽ ശുക്രൻ്റെയും കേതുവിൻ്റെയും യോഗം, അവിടെ കുജൻ എന്ന ചൊവ്വയുടെയും മാന്നി എന്ന ഗുളികൻ്റെയും നവാംശകസ്ഥിതി. 10ാം ഭാവമായ തുലാരാശിയിൽ ഗ്രഹയോഗ നവാംശകങ്ങളില്ല. 11ാം ഭാവമായ വൃശ്ചികത്തിൽ ഗ്രഹയോഗമില്ല, സർപ്പൻ എന്ന രാഹുവിൻ്റെ അംശകസ്ഥിതി. 12ാം ഭാവമായ ധനുരാശിയിൽ ഗുളികോടെ. ഇതാണ് നമുക്കിന്ന് കിട്ടിയ പ്രധാന പ്രശ്നാരൂഢത്തിൻ്റെ ഗ്രഹസ്ഥിതി ഭാവങ്ങളും ഗ്രഹനവാംശക ഭാവങ്ങളും. അതിൽ വ്യാഴം പ്രത്യക്ഷം 5ാം ഭാവരാശിയിൽ പോയി തെളിഞ്ഞിരിക്കുന്നു. അനുകൂലമുള്ള വ്യാഴസ്ഥിതിയാണ് പ്രധാന ആരൂഢ ലഗ്നത്തിൽ ലഭിച്ചത്. അഥവാ വ്യാഴാനുകൂല്യമുള്ളതുകൊണ്ട് തന്നെ ആദ്യത്തെ രാശിലഗ്നത്തിൽ നമുക്ക് അത്യധികം ദൈവാധീനം പ്രത്യക്ഷം തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. നല്ല ദൈവാധീനമുള്ള പ്രശ്നം തന്നെയാണ് ശ്രീ മുത്തപ്പൻ പൊടിക്കുള സ്ഥാനം എന്ന കാര്യത്തിൽ ആശങ്കയില്ല എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാകുന്നു. താമ്പൂലം സ്വീകരിക്കപ്പെട്ട് ആ താമ്പൂലഗണിതം കൊണ്ട് ലഭിച്ചതായ താമ്പൂല രാശിലഗ്നം ഇടവുമാവുകയും അവിടെ ചന്ദ്രൻ്റെയും ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഉദയം, 2ൽ ഗ്രഹയോഗമില്ല, 3ാം ഭാവത്തിൽ ബുധൻ, 4ൽ ആദിത്യൻ, 5ൽ ശുക്രൻ കേതു, 6, 7 ഭാവങ്ങളൊഴിഞ്ഞ് അഷ്ടമത്തിൽ ഗുളികൻ, 9ാം ഭാവത്തിൽ ഗ്രഹയോഗമില്ല, 10ൽ ശനി, 11ൽ രാഹു, 12ാം ഭാവം ഒഴിവ്. ആ താമ്പൂല ലഗ്നത്തിൻ്റെ ഗ്രഹസ്ഥിതിയിലും വ്യാഴം ഉദയം ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് നിശ്ചയമായും ദൈവാധീനം തെളിഞ്ഞ ലഗ്നമാണ്
നിങ്ങളാൽ ദാനം ചെയ്യപ്പെട്ട താമ്പൂല രാശിയും. രണ്ടാമത്തെ ലഗ്നത്തിനും ദൈവാധീനം പ്രത്യക്ഷം തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട്. മൂന്നാമത്തെ രാശിയായ ഉദയം എന്ന് കാണിക്കുന്നതായ ലഗ്നം തുലാവമാണ്. ആ ഉദയരാശിക്ക് ലഗ്നഭാവത്തിലും രണ്ടാം ഭാവത്തിലും ഗ്രഹയോഗമില്ല. 3-ൽ ഗുളികസ്ഥിതി, 4-ാം ഭാവം ഒഴിഞ്ഞ് 5-ൽ ശനി, 6-ൽ രാഹു, 7-ാം ഭാവം ഒഴിഞ്ഞ് അഷ്ടമത്തിൽ ചന്ദ്രൻ, ചൊവ്വ, വ്യാഴം, 9-ൽ ഗ്രഹയോഗമില്ല, 10-ൽ ബുധൻ, 11-ൽ ആദിത്യൻ, 12-ൽ ശുക്രൻ, കേതു. ആ ഉദയലഗ്ന രാശി എന്ന രാശി 8-ൽ വ്യാഴത്തെ തന്ന ഒരു ഗ്രഹനിലയായതുകൊണ്ട് അവിടെ നമുക്ക് വ്യാഴം അനുകൂല ഭാവവർത്തിയായില്ല, പ്രതികൂലസ്ഥനായി മറഞ്ഞിരിക്കുന്നു. മൂന്നാമത്തെ ചിന്താലഗ്നത്തിന് ദൈവാധീനം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഉദയരാശി ആ മുഹൂർത്തത്തിലേക്കുള്ള രാശിയാണ്. ഈ ഉദയരാശിക്ക് പ്രശ്നാരൂഢം എന്ന പ്രാർത്ഥിച്ചു കിട്ടിയ രാശിലഗ്നവുമായിട്ട് സമാനമായ ധർമ്മം അർഹിക്കുന്ന രാശിയാണ് ഉദയലഗ്നം. ഉദയാരൂഢക്ഷാഭ്യാം ശുഭാശുഭം പൃഷ്ടുഹു ആവശ്യത്. ഒരാളുടെ പേരിൽ പ്രശ്നം വെച്ചാൽ പോലും ആ പ്രസ്താവൻ്റെ ശുഭാശുഭങ്ങൾ എന്താണ്, ഇനിയുള്ള ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയേണ്ടടുത്ത് പ്രശ്നാരൂഢ ലഗ്നത്തിൻ്റെ ദൈവാധനം വീക്ഷിച്ചാൽ പിന്നീട് ഉദയലഗ്നമെന്ന ആ മുഹൂർത്ത സമയത്ത് വ്യാഴാനുകൂല്യമുണ്ടെങ്കിലേ ആ ലഗ്നത്തിന് അഥവാ ആ വ്യക്തിക്ക് ഭാവി ഗുണം പറയാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഒരു സാധാരണ ഒരു ജ്യോതിഷയുടെ അടുത്തേക്ക് ചെന്ന് നമ്മളൊരു ചില കാര്യങ്ങളൊക്കെ സാധിക്കുമോ, എനിക്കൊരു വീട് വെക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ഥലം എടുക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കട്ടില വെച്ചൊരു ഗൃഹനിർമ്മാണത്തിൻ്റെ പ്രവർത്തനം കുറിക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പുതിയ വാഹനം എടുക്കണമെന്നുണ്ട്, ഇതൊക്കെ സാധ്യമാണോ ഈ സമയത്ത് ഇറങ്ങിയാലെന്ന് ഒരു ജ്യോതിഷിയെ കൊണ്ട് ചോദിക്കുന്ന സമയത്ത് ആ ജ്യോതിഷി പ്രാർത്ഥിച്ച് കിട്ടിയ പ്രശ്നലഗ്നവും അദ്ദേഹം ജ്യോതിഷനോട് ചോദ്യം ചെയ്ത അല്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ട് രാശി ഒപ്പിച്ച മുഹൂർത്തവും നോക്കി പ്രശ്നരാശിക്ക് നല്ല ദൈവാധീനം തെളിഞ്ഞ സമയത്ത് അദ്ദേഹം അവിടെ എത്തി ചോദിച്ച മുഹൂർത്ത രാശിക്ക്, ചോദിച്ച സമയരാശിക്ക് ദൈവാധീനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ജ്യോതിഷൻ എന്താ പറയുക, ദൈവാധീനമൊക്കെ ഉണ്ട്, കാര്യം സാധിക്കുകയും ചെയ്യും. പക്ഷേ അതിൻ്റെ കാലം ഇതല്ല, കുറച്ചുകൂടി നമ്മൾ താമസിക്കേണ്ടി വരും. കാരണം ഉദയരാശി കൂടി തെളിയണം, ഭാവി കാലം കൂടി തെളിയണം, ഇത്ര സമയം കഴിഞ്ഞിട്ട് മതി എന്ന് നിശ്ചയിക്കും. രണ്ടും ഒരുപോലെ ശുഭത്വമാണെങ്കിൽ അതേ കാലത്ത് സാധിക്കും. അപ്പോൾ ഇവിടെ ഉദയരാശി എന്ന് പറയുന്ന രാശിലഗ്നത്തിന് അതേപോലെ ദൈവാധീനം അത്യധികം കുറഞ്ഞുപോയ അഷ്ടമവ്യാഴത്തിൻ്റെ സ്ഥിതിയുള്ളത് കൊണ്ട് വരും കാല സൂചകമാകുന്ന ഉദയാത് ആഗമം ഫലം, ഭാവികാല സൂചകമാകുന്ന ലഗ്നത്തിന് ഏതൊക്കെയോ പ്രകാരത്തിൽ ദൈവാധീനക്കുറവ് നിലനിൽക്കും എന്ന് കാണിക്കാനുള്ള ഒരു അനിഷ്ടയോഗം ഈ പ്രശ്നഗ്രഹങ്ങളിൽ കാണുന്നു. എന്തുകൊണ്ടായിരിക്കാം ഭാവി കാലത്തിൻ്റെ ദൈവാധീനം മറയാനുള്ള കാരണം എന്ന് സഗൗരവം നമുക്ക് വീക്ഷിക്കേണ്ട കാര്യമാണ്. ആലോചനയിൽ വരും. ലഗ്നനവാംശകമെന്ന 4-ാമത്തെ രാശി കുംഭവും അവിടെ ശനിയുടെ ഉദയവും, 2-ൽ രാഹു, 3-ാം ഭാവം ഒഴിഞ്ഞ് 4-ൽ ചന്ദ്രൻ, ചൊവ്വ, വ്യാഴം, 5-ാം ഭാവം ഒഴിഞ്ഞ് 6-ൽ ബുധൻ, 7-ൽ ആദിത്യൻ, 8-ൽ ശുക്രൻ, കേതു, 9, 10 ഭാവങ്ങൾ ഒഴിഞ്ഞ് 11-ൽ ഗുളികൻ, 12-ാം ഭാവം ഒഴിവ്. ആ ലഗ്നനവാംശകത്തിൻ്റെ 4-ൽ വ്യാഴസ്ഥിതി അനുകൂലമായതുകൊണ്ട് ആ രാശിലഗ്നത്തിനും നമുക്ക് ദൈവാധീനം തെളിഞ്ഞിട്ടുണ്ട്. ലഗ്നാംശ ഛത്ര, ഛത്രരാശി പ്രശ്നാരൂഢം എന്ന മകരം രാശി തന്നെയാണ് ആദ്യത്തെ രാശി. ആ മകരലഗ്നത്തിൻ്റെ ഗ്രഹനിലയിൽ 5-ൽ വ്യാഴത്തെ കണ്ടതാണ് ദൈവാധീനം ഉണ്ട് എന്നറിയിച്ചു തന്ന രാശിയാണ്. അതേ രാശി തന്നെ ഛത്രമായതുകൊണ്ട് അവിടെയും ദൈവാധീനം നിലനിൽക്കുന്നുണ്ട്. സ്പൃഷ്ടാംഗം എന്ന് പറയുന്ന അവസാനത്തെ രാശിലഗ്നം അത് കർക്കിടകമാണ്. അവിടെ ബുധോദയം, 2-ൽ ആദിത്യൻ, 3-ൽ ശുക്രൻ, കേതു, 4, 5 ഭാവങ്ങൾ ഒഴിഞ്ഞ് 6-ൽ ഗുളികൻ, 7-ാം ഭാവം ഒഴിഞ്ഞ് 8-ൽ ശനി, 9-ൽ രാഹു, 10-ാം ഭാവം ഒഴിഞ്ഞ് 11-ൽ ചൊവ്വ, ചന്ദ്രൻ, വ്യാഴം, 12-ാം ഭാവം ഒഴിവ്, 11-ൽ വ്യാഴമാണ്. സൃഷ്ടാംഗ രാശിലഗ്നത്തിൻ്റെ 11-ാം ഭാവരാശിയിൽ വ്യാഴമുള്ളതുകൊണ്ട് ആ രാശിലഗ്നം പ്രതിയും നമുക്ക് ദൈവാധീനം തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ ദേവപ്രശ്നം നടയിൽ പ്രാർത്ഥിച്ചപ്പോൾ ചിന്തിക്കപ്പെടേണ്ടതായ 6 രാശിലഗ്നങ്ങളിൽ ഒരു രാശിലഗ്നം ഒഴികെയുള്ള 5 ലഗ്നങ്ങൾക്കും പ്രത്യക്ഷം വ്യാഴാനുകൂല്യമുള്ള ഗ്രഹനിലയായതുകൊണ്ട് സംശയലേശമിനെ ഞങ്ങൾക്ക് വിധിക്കാം. അത്യധികം ദൈവാധീനമുള്ളൊരു സന്നിധാനമാണ് ശ്രീ മീത്തലേപ്പുരയിലെ മുത്തപ്പൻ പടിക്കല സ്ഥാനം എന്ന്. നല്ല ദൈവാധീനമാണ്. ഇന്നത്തെ ഗ്രഹനിലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അതായത്
കാർത്തിക നക്ഷത്രം ഇടവരാശിക്കൂറിൽ ചന്ദ്രൻ എന്ന ഗ്രഹം ഉച്ചസ്ഥനായി നിൽക്കുന്ന ഘട്ടത്തിൽ വ്യാഴം കൂടി ആ ചന്ദ്രന് വിശേഷാൽ ഗുണം നൽകിയും കൊണ്ട് യോഗം ചെയ്ത ഒരു ദിവസമാണ്. അപ്പോൾ ഏതെല്ലാം ലഗ്നത്തിന് വ്യാഴം തെളിഞ്ഞു കിട്ടിയിട്ടുണ്ടോ ആ ലഗ്നങ്ങൾക്കെല്ലാം ചന്ദ്രനും തെളിയും. 5 ലഗ്നങ്ങൾക്ക് വ്യാഴം തെളിഞ്ഞപ്പം ആ 5 ലഗ്നത്തിനും ചന്ദ്രനും തെളിയും. അതിൻ്റെ സാമാന്യാർത്ഥം ആ ഉള്ള ദൈവാധീനം അനുഭവയോഗ്യമായ, അതുപോലെ അനുഭവിക്കാൻ യോഗ്യതയുള്ള ദൈവാധീനം തന്നെയാണ് എന്നാണ്. അതിൽ ഞങ്ങൾക്കുള്ളൊരു പ്രയാസം ഗ്രഹനിലയിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയെല്ലാം ദൈവാധീനം ഉണ്ടായിട്ടും നമ്മുടെ വരാനുള്ള ഭാവി കാലത്തിലേക്ക് ഗതിക്കാൻ നോക്കുമ്പോൾ ഇതെല്ലാം മറഞ്ഞിരിക്കുന്നു. ആ ഒറ്റ ലഗ്നം കൊണ്ട് 8-ൽ വ്യാഴവും 8-ൽ ചന്ദ്രനും ഒരേപോലെ മറഞ്ഞു നിൽക്കുമ്പോൾ ഷഷ്ടം ദ്വാദശമഷ്ടമം ച മുനയോ ഭാവാൻ അനിഷ്ടാൻവിദു സ്തന്നാധാന്വിത വീക്ഷിത യദധിപ ഏവാച ഭാവാഹ സ്വയം തത്രസ്ഥാശ്ച യതീശ്വരസ്ത്രയമേ നശ്യന്തി ഭാവാന്തൃണാം ജാതാവാ വിഫലാ വിനഷ്ടവികലാ തത്ര അതികഷ്ടോ അഷ്ടമഃ. അതായത് ഒരു ആചാര്യൻ പറഞ്ഞു വെച്ച പ്രധാന അനിഷ്ടഭാവങ്ങളിൽ ഈ 8-ാം ഭാവം എന്ന ഭാവത്തിൽ യാതൊരു ഗ്രഹം യോഗം ചെയ്തിട്ടുണ്ടോ ആ ഗ്രഹത്തെ കൊണ്ടുള്ള ഫലങ്ങൾ ആ ലഗ്നം പ്രതി ആ ലഗ്നകർത്താവിന് അനുഭവിക്കാൻ കഴിയില്ലെന്നും, മാത്രമല്ല ആ 8-ൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ കലകൾ നഷ്ടപ്പെട്ടത് അനിഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഗ്രഹത്തിൻ്റെ ദുർബലത കൊണ്ടുള്ള ദോഷം ആ ലഗ്നകർത്താവ് അനുഭവിക്കേണ്ടി വരും എന്ന കാരണത്താലും 8-ാം ഭാവത്തെ അതികഷ്ടോ അഷ്ടമഃ, അതികഷ്ടഭാവമായിട്ടാണ് ആചാര്യന്മാർ വിധി എഴുതിയത്. ആ അതികഷ്ടഭാവത്തിലാണ് ഒരു ഉദയലഗ്നം എന്ന ലഗ്നം പ്രതി അതീതഫലം ആരൂഢാത് ഉദയാത് ആഗമം ഫലം ക്ഷത്രേണ വർത്തമാനം സ്യാത് ത്രികാലഫലമുച്ചതേ. ശ്രീ മുത്തപ്പൻ പൊടിക്കൽ സ്ഥാനത്തിൻ്റെ ത്രൈകാലികമായ എല്ലാ ശുഭാശുഭങ്ങളും അറിയുന്നതിന് വേണ്ടി എന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് നമുക്ക് 3 കാലങ്ങളായിട്ട് ഈ 3 ലഗ്നങ്ങൾ ഉദയം ചെയ്തത്. ഒന്ന് പ്രാർത്ഥിച്ച പ്രശ്നലഗ്നം, ഒന്ന് ആ പ്രശ്നം പ്രാർത്ഥിച്ച മുഹൂർത്തത്തിൻ്റെ രാശിലഗ്നം, ഒന്ന് ആ 2 ലഗ്നങ്ങളെ പരസ്പരം ഘടിപ്പിച്ചുകൊണ്ട് ബന്ധിപ്പിച്ചുകൊണ്ട് കിട്ടുന്ന ഛത്രലഗ്നം. അതിൽ അതീതഫലം ആരൂഢാത്, ഭൂതകാലത്തിലേക്ക് പോകുമ്പോൾ നല്ല ദൈവാധീനമുള്ള ആരൂഢമായിരുന്നു ഈ സങ്കേതം എന്ന് കാണിക്കുന്നു. ക്ഷത്രേണ വർത്തമാനം സ്യാത്, വർത്തമാന കാലയളവിലും ആ ഭൂതകാലത്തിൻ്റെ ചില ദൈവാധീനങ്ങൾ ഇവിടെ അന്തർഭവിച്ച് നിലനിൽക്കുന്നുണ്ട് എന്നും സൂചകമാവുന്നു. അതിൽ നിന്ന് ഭാവിയിലേക്ക് എന്തായിരിക്കും, അതേപോലെ ആ ദൈവാധീനം നിലനിൽക്കില്ലേ എന്ന് അന്വേഷിക്കുമ്പോൾ അവിടെ അതികഷ്ടസ്ഥാനത്ത് വ്യാഴം മറഞ്ഞ് ദൈവാധീനം പരിപൂർണമായും നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഈ ഭാവി നമുക്ക് അശോഭനകരമായൊരവസ്ഥയിലേക്കാണ് സൂചന തരുന്നത്. ഭാവിയിൽ ദൈവാധീനം അതികഷ്ടത്തിലേക്ക് എത്തുന്നു എന്ന് കാണിക്കാനുള്ള ഒരു യോഗം ഗ്രഹസ്ഥിതി ഉള്ളതുകൊണ്ട് ആ ഭാവി കാലത്തിൻ്റെ ദൈവാധീന കുറവിന് എന്തായിരിക്കാം കാരണം, ഈ വർത്തമാനകാലത്തിൽ നിന്ന് വമിക്കുന്ന ദോഷം എന്തായിരിക്കും എന്ന് പരിശോധിച്ചറിഞ്ഞിട്ട് ദോഷസ്യ കാരണം തൽശമനായ പ്രതിക്രിയ, അതിനെ ശമിപ്പിക്കാനുള്ള പ്രതിക്രിയ, ദോഷപരിഹാരം എന്തെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ആ ഒരു ലഗ്നത്തിൻ്റെ അഥവാ ഭാവി കാലത്തിൻ്റെ ദൈവാധീനക്കുറവിനെ നമുക്ക് എളുപ്പത്തിൽ നീക്കം ചെയ്യാൻ വേണ്ടി കഴിയും. ആ ഒരു ദൈവാധീനക്കുറവാണ് ഭാവി കാലത്തിന് എന്തുകൊണ്ട് ഇത്രയും ദൈവാധീനം പിഴച്ചോ, ഭാവി കാലം ഇത്രയും പിഴ വരാനുള്ള കാരണം എന്ത് എന്ന് സഗൗരവം നമുക്ക് ഈ 12 ഭാവങ്ങളും തൊട്ട് ചിന്തിക്കുമ്പോൾ അതിൻ്റെ വിഷയം മനസ്സിലാകും. ഇവിടെ എന്തെങ്കിലും ദോഷം അടങ്ങിക്കിടപ്പുണ്ടോ, നമ്മൾ കാണാത്ത പല അനിഷ്ടങ്ങളുണ്ടോ എന്ന് വ്യക്തമാകും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ പരിഹാരം ചെയ്താൽ ഭാവിയിലെ ദൈവാധീനക്കുറവ് നീങ്ങിയിട്ട് ദൈവാധീന ഗുണം വർദ്ധിക്കാനുള്ള സാഹചര്യം വന്നിട്ട് അതിലേക്കാണ് നമുക്ക് ചിന്ത പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ കാലം പൊതുവെ അത്യധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ് എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ക്രൂരസംയുത ശശി സ്മരന്ത്യമൃത്യുലഗ്നക കണ്ടകാൽ ബഹി ശുഭൈരവീക്ഷിതശ്ച മൃത്യുദ. ഒരു അനിഷ്ടയോഗം വിധിക്കുന്ന രാശിയാണ് ഇന്ന് കിട്ടിയ പ്രശ്നലഗ്നം. ഈ ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് വ്യാഴസമ്പർക്കം ലഭിക്കപ്പെട്ടു എന്ന് കാണുമ്പോഴും ആ വ്യാഴത്തെ കൂടാണ്ട് ആ രാശിയിൽ ക്രൂരൻ എന്നറിയുന്ന പാപഗ്രഹമായ ചൊവ്വ ആ ചന്ദ്രനോടുകൂടി 5-ൽ നിന്നിട്ട് അവിടെ ശിഖി എന്ന് പറയുന്ന കേതുവിൻ്റെ
നവാംശക ചക്രം കൂടി ലഭിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ചന്ദ്രന് പാപസമേതനാവുകയും പാപസമ്പർക്കം വരികയും എന്നിട്ട് ആ ചന്ദ്രൻ ലഗ്നം പ്രതി സ്മര അന്ത്യ മൃത്യു ലഗ്നക ആ പ്രശ്നാരൂഢത്തിൻ്റെ 5-ാം ഭാവത്തിലോ 8-ാം ഭാവത്തിലോ 12-ാം ഭാവത്തിലോ ലഗ്നഭാവത്തിലോ യോഗം ചെയ്യുന്നതും കൂടി ഉണ്ടെങ്കിൽ പഞ്ചിൽ ചന്ദ്രൻ പാപസമേതനായി വന്നതുകൊണ്ട് ക്രൂരസംഹിത ശശീസ്മര അന്ത്യമൃത്യു ലഗ്നക കണ്ടകാത് ബഹി ലഗ്നരാശിയിലോ 4-ാം ഭാവത്തിലോ 7-10 ഭാവങ്ങളിലോ ബലവത്തായ ശുഭഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ എന്ത് സംഭവിക്കും? അവിടെ മൃത്യുതമായിരിക്കും. സദ്യോമൃതിയുടെ യോഗമാണത്. മൃതി എന്ന് വെച്ചാൽ മരണം തന്നെ. സദ്യോമൃതി എന്ന് വെച്ചാലോ അപ്രതീക്ഷിതവും ആകസ്മികവും എന്ന് പറയുന്ന നനച്ചിരിക്കാത്ത മൃതിയോഗമുള്ള ഒരു അനിഷ്ടയോഗം സൂചകമാകുന്ന ഗ്രഹനിലയാണ് നമുക്ക് ഈ പറയുന്ന പ്രശ്നാരൂഢ ലഗ്നം പ്രതി ഇന്ന് ലഭിച്ചിരിക്കുന്നത്. ഇങ്ങനൊരു അനിഷ്ടഫലം ഈ ആരൂഢത്തിൻ്റെ അഭ്യന്തരം അഥവാ ഈ കുടുംബികൾക്കിടയിലേക്ക് എവിടെയോ ഒളിഞ്ഞു കിടപ്പുള്ളത് കൊണ്ട് ആ അനിഷ്ടയോഗത്തിന് നമുക്കൊരു പരിഹാരം വേണം. മൃത്യുദോഷം അനുഭവിക്കാതിരിക്കാനുള്ള ഒരു പരിഹാരം ഈ നാണിയമ്മ സകുടുംബമായി യോജിച്ചുകൊണ്ട് ഒത്തൊരുമിച്ചുകൊണ്ട് ഒരു മൃത്യുദോഷ പരിഹാരമായിട്ട് മൃത്യുഞ്ജയ ഹോമം ഒന്ന് നടത്തിക്കാനുള്ള വഴിയാണ് ഇത് സദ്യോമൃതിയുടെ ദുരിതത്തിന് അതിജീവിക്കാൻ ആദ്യം കൊണ്ടുന്ന പരിഹാരം. ചെയ്തിരുന്നോ ഇപ്പോഴെങ്ങാണ്ട് മൃത്യുഞ്ജയ ഹോമം കുടുംബ വകയിലേക്ക് ചെയ്തിരുന്നോ? ഇല്ല. കുടുംബത്തിനൊരു അനിഷ്ടകാലം എന്നുള്ളതാണ് ഇതിൻ്റെ സൂചന. അപ്പം ഈ അബ്ദപര്യന്തമായി നമുക്കിടയിലേക്ക് കുടുംബത്തിലേക്ക് മരണം വന്നിട്ടുണ്ടോ? ഒരു വർഷത്തിന് ഇല്ല, ഒരു വർഷത്തിനകത്ത് ഇല്ല. അപ്പം എന്തായാലും അങ്ങനെ ആകുമ്പം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഭാവി എന്ന കാര്യം. അഥവാ വരും കാലം ഒരു സദ്യോമൃതിയുടെ അനിഷ്ടത നമുക്ക് അനുഭവിച്ചുകൂടാ. ദേവൻ്റെ ചൈതന്യവർദ്ധിതമായ സത്കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പം ഒരു മൃദുസൂചകമായ അനിഷ്ടം കൊണ്ട് ഈ കാര്യങ്ങളോട് മനംമടുത്തു പോയി എന്ന് പറയാനുള്ള സാഹചര്യം നമുക്ക് വന്നുകൂടാ എന്നാണ് ഈ അനിഷ്ടയോഗത്തിന് പരിഹാരം ചെയ്യാനുള്ള കാരണം. അതുകൊണ്ട് നമുക്കിവിടെ മൃത്യുഞ്ജയം ചെയ്യാൻ പറ്റുന്നത് ശിവക്ഷേത്രത്തിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? മഹാദേവ ക്ഷേത്രത്തിൽ തന്നെ ഉണ്ടല്ലോ. അവിടെ വിസ്തരിച്ച് മൃത്യുഞ്ജയം നടത്തി തരാറില്ലേ? എല്ലാവരും ഇരുത്തിയിട്ട് ചെയ്യാറില്ലേ? ഹോമം ചെയ്യുന്ന കാണുമോ? പ്രത്യേകം നമ്മൾ പറഞ്ഞാൽ നമ്മൾ കാണത്തക്ക വിധത്തിൽ ഹോമം നടത്തിയിട്ട് പ്രസാദം തരുമോ? അല്ലെങ്കിൽ പിന്നെ ഇവിടെ തന്നെ ചെയ്യേണ്ടി വരും. അതാണ്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ തന്നെ തിരുമേനിമാരെ ക്ഷണിച്ച് വരുത്തിയിട്ട് ഈ അങ്കണത്തിൽ വെച്ച് തന്നെ ചെയ്യേണ്ടി വരും. നോക്കാം. ഒറ്റക്കല്ല, എല്ലാവരും ചേർന്നാണ്. കുടുംബങ്ങളെല്ലാവരും തുല്യമായി കൂട്ടിയെടുത്ത സംഖ്യ കൊണ്ട് ഒരുമിച്ച് ചേർന്ന് ഈ കുടുംബത്തിലേക്കുള്ള അനിഷ്ടയോഗങ്ങളോ ആപത്ഫലങ്ങളോ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ആദ്യപടി ഒരു പരിഹാരം വേണ്ടത് ഒരു മൃത്യുഞ്ജയ ഹോമമാണ്. ഒഴിവിൽ അതിൻ്റെ ദൈവഹിതം പരിശോധിക്കാം. അവിടെ അതിന് സാഹചര്യമില്ലെങ്കിൽ പിന്നെ ഇവിടെ വെച്ച് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം നമുക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് കണ്ടുവെക്കാം. അതേ സമയത്ത് ശ്രീ മുത്തപ്പനീശ്വരൻ്റെ കൊടിക്കളസ്ഥാന സാഹചര്യത്തിൽ ആ ദേവൻ്റെ സന്നിധിയിൽ തന്നെ പ്രാർത്ഥിച്ച പ്രശ്നലഗ്നമാകുമ്പോൾ ആ ദേവകാരകത്വമുള്ളതായ ഗൃഹേശ്വരൻ അഥവാ മുത്തപ്പൻ നമുക്ക് അനുകൂലിച്ചിട്ടുണ്ടോ എന്ന് നോക്കി അതിൻ്റെ സൂക്ഷ്മ ദൈവാധീന നിരൂപണം നടത്തിയിട്ട് വേണം നമ്മുടെ ഭാവചിന്തകളിലേക്ക് പോകാനാണ്. അപ്പം ഈ മുത്തപ്പൻ എന്ന ഈശ്വരൻ്റെ കാരകത്വം നിശ്ചയിച്ച ഗൃഹേശ്വരൻ ശനിയാണ്. ശനീശ്വരനാണ് മുത്തപ്പൻ. ശനിക്ക് ശാസ്താവ് അയ്യപ്പൻ, വേട്ടയ്ക്കനോകൻ, മുത്തപ്പനും തഥാ ആ മുത്തപ്പകാരകനായിരിക്കുന്ന ശനി ഇന്ന് പ്രശ്നലഗ്നത്തിൻ്റെ അധിപതിയായി പ്രശ്നലഗ്നത്തിൽ നിന്ന് പ്രത്യക്ഷം രക്ഷാസ്ഥാനമായ 2-ാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവും മൂലത്രികോണ ബലവും ആർജിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളത് ആ ദേവൻ ഇന്ന് ഈ കുടുംബത്തിന് രക്ഷയിൽ ഉദിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായി കാണിക്കുന്നു. ഈ ദേവൻ നമ്മളെ രക്ഷിക്കാനായിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴും നിലകൊള്ളുന്നത് എന്നത് വ്യക്തമായി കാണിക്കുന്നു. അപ്പോൾ മുത്തപ്പൻ അനുകൂലിച്ച പ്രശ്നമാണ്. പക്ഷെ അവിടെ ഒരു പക്ഷാന്തര ന്യായമുണ്ട്. വേറൊന്നും മുത്തപ്പൻ അനുകൂലിച്ച് നിൽക്കുമ്പോഴും കുംഭശ്ചരാണാം അളിചാപസിംഹസ്ത്രീണാം അളിർഗോ വൃഷഭസ്യ നക്ര
കുംഭസ്യ കർപ്പി മിഥുനസ്യ ധന്വി മീനസ്യ ജാപം ഖലു ബാധകം സ്യാത്. പ്രശ്നാരൂഢം മകരം രാശി ചരരാശി കൽപ്പനയിലുള്ള ലഗ്നമായതുകൊണ്ട് ആ മകരം രാശിക്ക് ഇന്ന് മഹാബാധ എന്ന് കൽപ്പിക്കപ്പെടുന്ന രാശിയായി കുംഭം മാറുകയും അവിടെയാണ് രക്ഷാസ്ഥാനം സ്വീകരിച്ച് ശനി ഉദിച്ചിട്ടുള്ളത് എന്ന കാരണത്താൽ ആ രക്ഷിക്കുന്ന ദേവൻ ഇന്ന് മഹാദുഃഖത്തിലാണുള്ളത്. ബാധ എന്ന് വെച്ചാൽ ബാധ ഗത ഗത ദുഃഖം. ആ ദേവൻ ഒരു മഹത്തായ ദുഃഖസ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഇന്ന് ആരൂഢികൾക്ക് രക്ഷകനായി മാറുന്നത്. അങ്ങനെ ആകുമ്പം ആ ദേവൻ്റെ ദുഃഖം എന്താണ് എന്ന് ഞങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് ആ ദുഃഖത്തിനെ ശമിപ്പിക്കാനുള്ള സുഖാവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള പോംവഴികൾ കൂടി കണ്ടുകൊണ്ട് ദേവനിൽ എത്തിയാൽ മാത്രമേ ആ ദേവൻ്റെ രക്ഷ നമുക്ക് അനുകൂലമായി മാറുകയുള്ളൂ. അല്ലേ? അത് ദേവൻ്റെ ദുഃഖം തീരണ്ട. ദേവൻ എന്താണ് ദുഃഖം? ആ ദുഃഖം തീർന്നില്ലെങ്കിൽ ദേവൻ രക്ഷകനായി നിന്നാലും അതിൻ്റെ ഗുണം ആർക്ക് കിട്ടൂല? കുടുംബികൾക്ക് കിട്ടൂല, നമുക്ക് കിട്ടൂല. അതുകൊണ്ട് ഈ ദേവൻ എന്തൊക്കെയോ ദുഃഖങ്ങളുണ്ട് പോലും എന്താണ് ആ ദുഃഖം എന്ന് കണ്ടറിഞ്ഞ് ചിന്ത ചെയ്ത് നമുക്ക് പരിഹരിക്കാം. ആ സമയത്ത് ഈ സൂക്ഷ്മ നിരൂപണത്തിൽ ഈ ആരൂഢത്തിന് എത്ര ഗുണങ്ങളുടെ നിലനിൽക്കുന്നുണ്ട് എന്ന് പരിശോധിച്ചപ്പോൾ സൗമ്യാനാം ഉദയശ്ച ദൃഷ്ടി അമരാചാര്യസ്ഥിതി ശേപ്സിതേ ഭാവേച അഭിമതേ തദേതരഗാഹ ദേവസ്യതേ അനുഗ്രഹം ബ്രൂയുഹു പാപതൃകന്വയാൻ അനഭിമതസ്ഥാനസ്ഥ സർവഗ്രഹ കോപം സാശുഭഭാവഹേതുകമിമം തം വാദഭാവം പ്രതി. ഒരു ദേവപ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നാരുടെ ലഗ്നത്തിന് സൂക്ഷ്മമായും തദ്ദേവൻ്റെ അനുഗ്രഹമുണ്ട് എന്ന് കാണേണ്ടടുത്ത് സൗമ്യാനാം ഉദയ, ആ ലഗ്നരാശിക്ക് ശുഭഗ്രഹങ്ങളുടെ ഉദയം കിട്ടണം. അത് നമുക്ക് കിട്ടിയിട്ടില്ല. അവിടെ ഗ്രഹങ്ങൾ ആരും ഉദിച്ചിട്ടില്ല. ഉദയശ്ച ദൃഷ്ടി, ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി കിട്ടണം. വ്യാഴം ശുഭഗ്രഹമായി നോക്കിയിട്ടുണ്ട്, ബുധനും ശുഭഗ്രഹമായി നോക്കിയിട്ടുണ്ട്. അത് അനുകൂലമായി വന്നു. അമരാചാര്യനായിരിക്കുന്ന വ്യാഴം അനുകൂലിക്കണം, അത് അനുകൂലിച്ചു. ഇതര ഗ്രഹങ്ങളായിരിക്കുന്ന സൂര്യൻ മുതലുള്ള ഗുളികപര്യന്തമായ ഗ്രഹങ്ങളും അനുകൂലത്തിൽ വരണം. സൗമ്യാനാം ഉദയാന്നില്ല, ദൃഷ്ടിയെന്നുണ്ട്, അമരാചാര്യൻ അനുകൂലിച്ചിട്ടുണ്ട്. ഇതര ഗ്രഹങ്ങളിൽ ആദിത്യൻ ദോഷസ്ഥാനത്താണ്, അഷ്ടമത്തിൽ മറഞ്ഞിരിക്കുന്നു. ചന്ദ്രൻ ഗുണസ്ഥാനത്താണ്, ചൊവ്വ ഗുണസ്ഥാനത്താണ്, ബുധൻ ഗുണസ്ഥാനത്താണ്, അനുകൂലമാണ്. ശുക്രൻ അനുകൂലമാണ്. ശനി മഹാബാധയിൽ എന്ന് കണ്ടത് ദോഷമാണ്. രാഹു വിക്രമസ്ഥാനത്ത് ദോഷമാണ്. കേതുവിൻ്റെ സ്ഥിതി ത്രികോണരാശിയിൽ അനുകൂലമാണ്. ഗുളികൻ 12 ദോഷമാണ്. ആദ്യത്തെ ലഗ്നത്തിന് സൂക്ഷ്മമായ ഗുണദോഷ നിരൂപണം ചെയ്യുമ്പോൾ 5 ദോഷങ്ങളും 7 ഗുണങ്ങളുമാണ് 12 എണ്ണത്തിൽ. ദോഷത്തേക്കാൾ 2 ബിന്ദു അധികം ഗുണസ്ഥാനത്തുണ്ട് എന്നൊരു സമാധാനം നമുക്കതിൽ വെക്കാം. 5 ദോഷം നിലനിൽക്കെയാണ് 7 ഗുണങ്ങളുള്ളത്. കാരണം ആ 7 ഗുണങ്ങളെ കൊണ്ട് ഈ 5 ദോഷങ്ങളെ പരിഹരിക്കുമ്പം എത്ര ബാക്കി നിൽക്കൂ? 2 ബാക്കി നിൽക്കൂ ഗുണസ്ഥാനത്ത്. അതുകൊണ്ട് വലിയ സന്തോഷമായി കാണാൻ പറ്റില്ല, എങ്കിലും സമാധാനിക്കാം. ദോഷത്തേക്കാൾ ഗുണാധിക്യമുണ്ട്. ഉദയലഗ്നം അഥവാ താമ്പൂല ലഗ്നം കാണുമ്പോൾ ശുഭഗ്രഹത്തിൻ്റെ ഉദയമുണ്ട്, ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയില്ല. വ്യാഴത്തിൻ്റെ അനുകൂലമുണ്ട്, ആദിത്യസ്ഥിതി അനുകൂലമാണ്, ചന്ദ്രൻ്റെത് അനുകൂലമാണ്, ചൊവ്വയുടേത് അനുകൂലമാണ്, ബുധൻ്റേത് 3 അനുകൂലമല്ല, ശുക്രൻ 5 അനുകൂലമാണ്, ശനി 10 അനുകൂലമാണ്, രാഹു 11 അനുകൂലമാണ്, കേതു 5 അനുകൂലമാണ്. അഷ്ടമരാശിയിലെ ഗുളികൻ ദോഷപ്രദമാണ്. അവിടെ 3 ദോഷവും 9 ഗുണവും 2 കൂടെ ഗുണസ്ഥാനത്ത് കൂടി താമ്പൂലം വെച്ച് നോക്കുമ്പോൾ. മുഹൂർത്തോദയം വെച്ച് നോക്കുമ്പോൾ ശുഭഗ്രഹത്തിൻ്റെ ഉദയമില്ല, ശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടിയില്ല, വ്യാഴത്തിൻ്റെ അനുകൂലമില്ല, ആദിത്യൻ്റെ ബാധാസ്ഥാനം ദോഷമാകുന്നു, ചന്ദ്രൻ്റെ അഷ്ടമസ്ഥാനം ദോഷമാകുന്നു, ചൊവ്വയുടെ അഷ്ടമസ്ഥാനം ദോഷമാകുന്നു, ബുധൻ്റെ കർമ്മസ്ഥാനം അനുകൂലമാകുന്നു, ശുക്രൻ്റെ 12ാം ഭാവസ്ഥിതി ദോഷമാകുന്നു,
ശനിയുടെ മഹാബാധ ദോഷമാകുന്നു. രാഹുവിൻ്റെ 6ലെ സ്ഥിതി ദോഷമാകുന്നു. കേതുവിലെ 12ലെ സ്ഥിതി ദോഷമാകുന്നു. ഗുളികൻ്റെ 3ലെ സ്ഥിതി ദോഷമാകുന്നു. ഒരു ഗുണേ ഉള്ളൂ. ഭാവി എന്ന് കണ്ട മുഹൂർത്തോദയ രാശിക്ക് 12ൽ 11 ദോഷവും ഒരു ഗുണം മാത്രമേ വരാൻ നിൽക്കുന്നുള്ളൂ. ലഗ്നവാംശകത്തിന് ശുഭഗ്രഹത്തിൻ്റെ ഉദയമില്ല, ശുഭഗ്രഹ ദൃഷ്ടിയില്ല. വ്യാഴത്തിൻ്റെ അനുകൂലമുണ്ട്, സൂര്യൻ അനുകൂലിച്ചിട്ടുണ്ട്, ചന്ദ്രൻ്റെ അനുകൂലമുണ്ട്, ചൊവ്വയുടെ അനുകൂലമുണ്ട്. ബുധൻ മഹാബാധയിൽ ഷഷ്ടസ്ഥൻ ദോഷമാണ്. ശുക്രൻ അഷ്ടമരാശിയിൽ ദോഷമാണ്. രാഹുവിൻ്റെ 2ലെ സ്ഥിതി അനുകൂലമാണ്. കേതുവിൻ്റെ അഷ്ടമസ്ഥിതി ദോഷമാണ്. ഗുളികൻ്റെ 11ലെ സ്ഥിതി അനുകൂലമാണ്. ഒന്ന് പറഞ്ഞത് 6 സൗമ്യാനാമുദയശ്ച ദൃഷ്ടി അമരാജായശ്ച സ്ഥിതിശ്ച ഈപ്സിതേ ഭാവേ ച അഭിമതേ തതേതര ഗ്രഹാഗതാഹ. ശുഭോദയമില്ല, ശുഭദൃഷ്ടിയില്ല. വ്യാഴത്തിൻ്റെ അനുകൂലമുണ്ട്, സൂര്യൻ അനുകൂലമുണ്ട്, ചന്ദ്രൻ അനുകൂലമുണ്ട്, ചൊവ്വ അനുകൂലമുണ്ട്, ബുധൻ അനുകൂലമല്ല, ശുക്രൻ അനുകൂലമല്ല, ശനി അനുകൂലമുണ്ട്, രാഹു അനുകൂലമുണ്ട്, കേതു പ്രതികൂലമാണ്, ഗുളികൻ അനുകൂലം. 5 ദോഷം എഴുതണം. ആദ്യത്തെ പോലെ ഛത്രരാശിയെ സംബന്ധിച്ച വർത്തമാനകാലം ആരൂഢം തന്നെ 5-7. ദൃഷ്ടാംഗം അവശേഷിക്കുമ്പോൾ ശുഭോദയം അവിടെ വന്നിട്ടുണ്ട്, ശുഭദൃഷ്ടി അവിടെ ഇല്ല. വ്യാഴത്തിൻ്റെ അനുകൂലമുണ്ട്, സൂര്യാനുകൂല്യമുണ്ട്, ചന്ദ്രൻ ബാധയിലാണ്, ചൊവ്വ ബാധയിലാണ്, ബുധൻ ആ ഭാവരാശിക്ക് അനുകൂലമാണ്, ശുക്രൻ വിക്രമസ്ഥാനത്ത് ദോഷമാണ്, രാഹു അനുകൂലമാണ്, കേതു പ്രതികൂലമായി 3 നിൽക്കുന്നു, ഗുളികസ്ഥിതിയും പ്രതികൂലമാകുന്നു. ഏഴ് ദോഷവും ചെയ്യും. അതിൽ ആദ്യത്തെ സംഖ്യ നമുക്ക് കിട്ടുന്നത് ദോഷസ്ഥാനത്ത് 5ആണ്. ആദ്യത്തെ ലഗ്നത്തിൽ. രണ്ടാമത് കിട്ടിയത് 3ആണ്. 5 3 8. പിന്നീട് കിട്ടിയത് 11ആണ് ദോഷം. 8ഉം 11ഉം 19. പിന്നെ വീണ്ടും കിട്ടുന്നത് 5ആണ്. 19ഉം 5ഉം 24. പിന്നെ വീണ്ടും 5 29. പിന്നെ കിട്ടുന്നത് 7ആണ്. എത്രയും നേരം 36. കൃത്യമല്ലേ? അപ്പോൾ ഒരു കണക്കിൻ്റെ ഘടന മനസ്സിലാക്കേണ്ടത് സൂക്ഷ്മ പരിശോധനയാണ്. ഈ 6 രാശിലഗ്നങ്ങളിൽ നിന്ന് ഗ്രഹേശ്വരന്മാർ ഏത് പ്രകാരത്തിൽ ആശ്രയിക്കുന്നു എന്നുള്ളതിനെ കൊണ്ട് ഇവിടത്തേക്കുള്ള ഗുണദോഷങ്ങളെ സസൂക്ഷ്മം ആകെ തുകയായി മൊത്തത്തിൽ ഗണിക്കപ്പെടുമ്പോൾ ഒരു ലഗ്നത്തിൻ്റെ സംഖ്യ 12ആണ്. ഗുണദോഷാദേശം. അങ്ങനെ 6 ലഗ്നങ്ങൾക്ക് 12 ഗുണിക്കണം 6 എത്രയാകും? 72 ആ 72-ൽ ആദ്യത്തെ ദോഷങ്ങൾ എത്ര എന്ന് പരിശോധിക്കുമ്പോൾ 72-ൽ 36ആണ് ദോഷം, ശേഷിക്കുന്നത് ഗുണം. അപ്പോൾ 72-ൽ നിന്ന് 36 ദോഷങ്ങളെ മാറ്റിയാൽ ബാക്കി എത്ര കിട്ടുക? 36. നമുക്ക് മനസ്സിലായില്ലേ? 72 ആകെയുള്ള ഗുണദോഷ നിരൂപണത്തിൽ ഇവിടെയുള്ളത് 36 ദോഷങ്ങളാണെങ്കിൽ ബാക്കി 36 തന്നെ ഗുണവും നിലനിൽക്കുന്നു. അപ്പം എത്ര ദോഷങ്ങളുണ്ടോ അത്ര ഗുണം, എത്ര ഗുണങ്ങളാണോ ഉള്ളത് അത്ര തന്നെ ദോഷവുമുണ്ട്. 36 ഇതാണ് ഇതിൻ്റെ ഗണിത സംഖ്യ. അങ്ങനെ ഗുണവും ദോഷവും സമാനത വന്നു കഴിഞ്ഞാൽ ഈ ഗുണത്തിനാണോ നമ്മൾ ബലം കൊടുക്കേണ്ടത്, ഈ ദോഷത്തിനാണോ നമ്മൾ ബലം കൊടുക്കേണ്ടത് എന്ന് അന്വേഷിക്കുമ്പോൾ സമാനതായാം ബലിനോഹി ദോഷ. സമാനത വന്നു കഴിഞ്ഞാൽ ബലം കൊടുക്കേണ്ടത് ദോഷത്തിനാണ്. എന്താ വെച്ചാൽ കാരണം ഈ 36 ഗുണങ്ങളുള്ളിടത്ത് 36 ദോഷങ്ങളും നിന്നാൽ
ഈ 36 ഗുണത്തെ കൊണ്ടാണ് നമ്മൾ 36 ദോഷത്തെ പരിഹരിക്കേണ്ടത്. ആ 36നെ ഹരിക്കാനുള്ള ഗുണം എവിടെയുണ്ട്? ഇവിടെ തന്നെ ഉണ്ട്, വേറെ എവിടെയൊന്നും കട എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 36 ദോഷത്തെ 36 ഗുണം കൊണ്ട് പരിഹരിച്ചാൽ അഥവാ ഹരിച്ചാൽ ബാക്കി എത്ര ശിഷ്ടം കിട്ടുക? 36 കുറക്കണം 36 സമം 0. ഇപ്പം ദേവനുൻ്റെ അവസ്ഥ ശൂന്യതയിലാണ്. ഉള്ള ഗുണങ്ങളെ കൊണ്ട് ഉള്ള ദോഷങ്ങളും ഹരിക്കപ്പെടുമ്പോൾ ശൂന്യതയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അത്രേ ദേവൻ്റെ. ആ ശൂന്യതയിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ ഓരോ സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ദേവൻ്റെ ഗുണം വർദ്ധിപ്പിക്കാൻ കഴിയൂ. അതെന്തൊക്കെയാണ് വേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് ഈ താമ്പൂല പത്രത്തിൽ കൂടിയും രാശിലഗ്നത്തിൽ കൂടിയും തുറന്നങ്ങോട്ട് ചിന്ത ചെയ്യേണ്ടത്. ഒരു 10 മിനിറ്റ് നമുക്ക് ഇടവേള വെച്ചിട്ട് ഭക്ഷണമെങ്കിലും കഴിച്ചിട്ട് അടുത്ത ചിന്തയിലേക്ക് പോകും. പിന്നെ നമ്മളെടുത്തോ വേണ്ടേ